ഈ വാച്ച് അടിച്ച് പൊട്ടിച്ച് 5-6 പീസാക്കി മാറ്റി. ഇതാണ് യഥാർത്ഥ രൂപം വാച്ചിന്റെ. 1 2 3 4 5 6 അടിച്ച് പൊട്ടിച്ചിട്ട് എന്നിട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുകൊടുക്കുക നിങ്ങളെ വാച്ച് എന്ന് പറഞ്ഞിട്ട്. വാച്ചിൻ്റെ മിഷനകത്ത് വാച്ചിൻ്റെ പലരും ചോദിക്കുന്നുണ്ട്, ഈ പൊട്ടനായ ഈ കസ്റ്റംസ് ഓഫീസർ എന്തുകൊണ്ടാണ് തല്ലിപ്പൊട്ടിച്ചത്? ഒരു വാച്ചിനുള്ളിൽ മാക്സിമം വാച്ച് വർക്ക് ചെയ്യുന്നൊരു വാച്ചാണെങ്കിൽ. ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നൊരു വാർത്തയാണ്. കാലിക്കറ്റ് എയർപോർട്ടിൽ ദുബായിൽ നിന്ന് വന്ന ഒരു പാസഞ്ചേഴ്സിൻ്റെ വാച്ച് തല്ലിപ്പൊട്ടിച്ചതായിട്ട്. അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് അതിനെക്കുറിച്ച് വീഡിയോയെക്കുറിച്ച് പിന്നെ ആ വാച്ചിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നിങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പലരും ഇങ്ങനെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ സോഴ്സിൽ നിന്നുകൊണ്ട് ആ ഒരു വാച്ചിനെ കുറിച്ചുള്ള വീഡിയോ പറയുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അത് ആരാണ് എന്നൊന്നും എനിക്കറിയില്ല, യഥാർത്ഥത്തിൽ അറിയില്ല. ആ വാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഏത് വാച്ചാണ് എന്നൊക്കെയുള്ള ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അതൊരു കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അത് ചെയ്തത് ഒട്ടും ശരിയായ കാര്യമല്ല. നമുക്ക് അങ്ങനെയൊക്കെ ഒരു വാച്ച് വന്നു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയാണെങ്കിലും ശരി തന്നെ അത് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇപ്പം കാലിക്കട്ടൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ ഉണ്ട്, കൊച്ചിയിലാണെങ്കിലും ഉണ്ട്. ഓതറൈസ്ഡ് അല്ലെങ്കിലും പിന്നെ അതുപോലെ തന്നെ മറ്റ് ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുകളുണ്ട്. അങ്ങനെയുള്ള വാച്ച് പിന്നെ റിപ്പയർ ചെയ്യുവാൻ തക്ക കഴിവുള്ള ടെക്നീഷ്യൻസ് നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട്. അപ്പോൾ അവർക്ക് 1 മണിക്കൂറോ 1/2 മണിക്കൂറോ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർവീസ് സെൻ്ററിൽ എത്തുകയും ആ വാച്ച് തുറന്ന് നോക്കിയിട്ട് ആ വാച്ചിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർക്ക് മാന്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമായിരുന്നു. അത് ചെയ്യാതെ അത്രയും വിലപിടിപ്പുള്ള ഒരു വാച്ച് അത് വെറും പിന്നെ വിറക് കീറുന്നത് പോലെ വെട്ടിക്കണ്ടിച്ചിട്ട് തിരിച്ച് ആളുടെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ആ ആളിന് പിന്നെ നേരിടുന്ന മാനസികാവസ്ഥ, ആളിന് ആ സമയത്തുണ്ടാകുന്ന ഒരു വിഷമം അത് എത്രത്തോളമാണ് എന്നുള്ളത് വാച്ചിനെ ഇഷ്ടപ്പെടുന്ന വാച്ച് എന്തൂസിയാസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പലരും ചോദിക്കുന്നുണ്ട്, ഇതിപ്പം 48 ലക്ഷം രൂപയുടെ വാച്ചുണ്ടോ? 48 ലക്ഷം രൂപയ്ക്ക് എന്താണ് ഇരിക്കുന്നത്? 1000 രൂപയ്ക്ക് വാച്ച് കിട്ടും. 1000 രൂപയുടെ വാച്ചിലും 48 ലക്ഷം രൂപയുടെ വാച്ചിലും കാണിക്കുന്ന ഒരേ സമയം തന്നെയാണ്. അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ പൈസ ഉള്ളതിനനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോ സാധനത്തിനുള്ള ക്രൈസും ഹോബിയും അനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ വാച്ചും അത് ഓരോ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും കാറും വെഹിക്കിൾസൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അതിലൊന്നും നമ്മൾ കമൻ്റ് ഇടാൻ നമ്മളങ്ങനെ ഇടാൻ ആവശ്യമില്ല. കാശുള്ളവരാണത് വാങ്ങുന്നത്, അത് ഉപയോഗിക്കുന്നത്, അത്ര ലക്ഷറീസ് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നേരെ വാച്ചിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വാച്ചിൻ്റെ പേര് സ്വിസ് മെയ്ഡ് വാച്ചാണത്. ഓഡ്മാർക്ക് പിഗെ എന്നുള്ളൊരു മോഡലാണ്. അത് എഴുതുന്നത് ഓഡ്മാർക്ക് പിജറ്റ് എന്നൊക്കെയാണ് നമ്മളത് ഇംഗ്ലീഷിൽ വായിക്കുന്നതെങ്കിലും അതൊരു ഫ്രഞ്ച് നെയിമാണ്. അത് വായിക്കുന്നത് ഓഡ്മാർക്ക് പിഗെ എന്നാണ്. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ അത് വായിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വീഡിയോയിൽ കണ്ടത് പ്രകാരം ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്നുള്ള സോഴ്സിനനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ വാച്ചിൻ്റെ ഡീറ്റെയിൽ പറയുന്നത്. സാധാരണഗതിയിൽ ഓഡ്മാർക്ക് പിഗെ ഒരു റോയൽ ഓക്ക് എന്നുള്ളൊരു മോഡലാണ് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന വാച്ച് ഓഫ് ഷോർ എന്നുള്ളൊരു മോഡലാണ്. അത് സ്റ്റീലാണോ വൈറ്റ് ഗോൾഡാണോ പ്ലാറ്റിനം ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് വാച്ച് കൈ കിട്ടാതെ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, അത് അവരും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ 3 മോഡലിൽ 3-4 പിന്നെ മെറ്റീരിയൽ കൊണ്ട് വാച്ച് വരുന്നുണ്ട്. അപ്പം ആ വാച്ചിന് വളരെ പഴക്കമുള്ളൊരു ബ്രാൻഡാണത്. ഏകദേശം 1800-കളിൽ 1800 തോന്നുന്നു. അതെ, 1800-കളിലാണ് ആ വാച്ച് കമ്പനി ഫോം ചെയ്തത്. അത് മാത്രമല്ല അതിലുപയോഗിക്കുന്ന മെറ്റീരിയലുകൾ വളരെ വില കൂടിയതാണ്. കാർബൺ ഫൈബർ, പ്ലാറ്റിനം, വൈറ്റ് ഗോൾഡ്, ഡയമണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെറ്റീരിയലുകളാണ് വാച്ചിൽ ഉപയോഗിക്കുന്നത്. വാച്ചിൻ്റെ മിഷനകത്ത് വാച്ചിൻ്റെ പലരും ചോദിക്കുന്നുണ്ട്, ഈ പൊട്ടനായ ഈ കസ്റ്റംസ് ഓഫീസർ എന്തുകൊണ്ടാണ് തല്ലിപ്പൊട്ടിച്ചത്? ഒരു വാച്ചിനുള്ളിൽ മാക്സിമം വാച്ച് വർക്ക് ചെയ്യുന്നൊരു വാച്ചാണെങ്കിൽ അതിലൊരു മൂവ്മെൻ്റ് ഉണ്ട്, ഒരു മെഷീൻ ഉണ്ടാകും. ആ വാച്ച് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ആ വാച്ചിൻ്റെ തിക്നെസ്സിൻ്റെ ഒരു 75% ആ വാച്ചിൻ്റെ മെഷീനിൻ്റെ കനമായിരിക്കാം. പ്രത്യേകിച്ച് ക്രോണോഗ്രാഫ്, മൾട്ടി പിന്നെ ഫങ്ഷൻ വാച്ചൊക്കെയുള്ള വാച്ച് മൂവ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് പിന്നെ ഒരു എന്താ പറയുക, ഒരു 5 അല്ല, ഒരു പിന്നെ 1 സെൻറ്റിമീറ്റർ വരെ ഒരു പക്ഷേ തിക്നെസ് വരാൻ സാധ്യതയുള്ള ഒരു മൂവ്മെൻ്റാണത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ താഴെയെങ്കിലും വരാൻ സാധ്യതയുള്ള മൂവ്മെൻ്റാണത്. അപ്പോൾ ആ മൂവ്മെൻറ്റും കഴിഞ്ഞിട്ട് അതിനുള്ളിൽ എന്തുമാത്രം ഗോൾഡാണ് ആ വാച്ചിലുണ്ടാവുക, അത് കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കേണ്ട കാര്യമുള്ളത്. കൂടിപ്പോയ ഒരു കോയിനോളം പിന്നെ കനം ചിലപ്പോൾ ഒരു വാച്ചിൽ വെക്കാൻ പറ്റുമായിരിക്കും. അതിനപ്പുറം ഒരിക്കലും ഒരു വാച്ചിനകത്ത് ഒളിച്ചുകൊണ്ട് കടത്താൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ വിവരക്കേട് കൊണ്ടാണ് ആ വാച്ച് തല്ലി പൊട്ടിച്ചത്. അതൊക്കെ വാർത്ത കേട്ടപ്പോഴും ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ
വീഡിയോ കണ്ടിട്ട് ഒരു സുഹൃത്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടെന്നുള്ള കാര്യം. ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ആ വാർത്ത കണ്ടത്. പിന്നീട് അദ്ദേഹം അയച്ചു തരികയും ചെയ്തു. 18 ക്യാരറ്റ് ഗോൾഡ് വാച്ചുകൾ വരുന്നുണ്ട്. അത് ലക്ഷറി വാച്ചുകളാണ്. അത് പക്ഷേ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന അയാൾ ധരിക്കുന്ന വാച്ചാണെങ്കിൽ അതിന് ടാക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് അറിയില്ല. അഥവാ ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വാച്ചിൻ്റെ വിലയുടെ ടാക്സ് ഈടാക്കാമായിരുന്നു. അതല്ലെങ്കിൽ പറഞ്ഞ അടുത്തുള്ള സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിട്ട് മാന്യമായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇതെനിക്ക് പിന്നെ ബഹ്റൈനിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചതെന്നാണ്. അപ്പോൾ ഈ മോഡൽ വാച്ചായിരുന്നു അന്ന് തല്ലിപ്പൊട്ടിച്ച വാച്ച്. ഇത് അതിൻ്റെ ബ്ലൂ ഡയൽ, ബെസലിൽ റോസ് ഗോൾഡാണ്, സ്റ്റീലാണ്. ആ വാച്ചിനുണ്ടായിരുന്നത് വൈറ്റ് ഡയലും പിന്നെ ബെസലിനകത്ത് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു, ബ്ലാക്ക് ബെസലായിരുന്നു. ഏകദേശം ഈ മോഡൽ തന്നെ ആയിരുന്നു ആ വാച്ച്. കളറിൽ ചെറിയ വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ കാണാൻ കഴിയുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്ന തരത്തിലുള്ള കേസ് ബാക്കാണത്. അപ്പോൾ ഇതിലേക്കൂടെ നോക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും ഈ വാച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ഇതൊക്കെ കണ്ടിട്ടാണ് പിന്നെയും അദ്ദേഹം ആ വാച്ച് തല്ലി പൊട്ടിച്ചത് തന്നെ. പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് വില 48 ലക്ഷം രൂപയ്ക്ക് ഉള്ള വാച്ചാണെന്നുള്ളത്. നമുക്കൊരിക്കലും ഒരു വാച്ച്, പിന്നെ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാൻഡ് വാച്ച്, അതിൻ്റെ വില മതിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള വാച്ചുകളൊക്കെ ഉണ്ട്. വാച്ച് ഒരു പക്ഷേ പിന്നെ കാലം കൂടുന്തോറും, വർഷങ്ങൾ പഴക്കം ചെല്ലുന്തോറും മൂല്യം കൂടി വരുന്ന ഒരുപാട് വാച്ചസ് ഉണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു വാച്ചാണ് ഓഡ്മാർക്ക് പിഗ എന്ന് പറയുന്ന വാച്ച്. അപ്പോൾ അതിനകത്ത് 48 ലക്ഷം രൂപ എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് വില പറയാൻ എനിക്ക് അറിയില്ല, നമുക്കത് ആളല്ല. ആ വാച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ അതിനകത്തൊരു വില, അതും എല്ലാവർക്കും വില പറയാൻ പറ്റും. ഇതിനൊരു മോഹവിലയാണ്. ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള വില ആയിരിക്കത്തില്ല ഇന്ത്യയിലുള്ള വില ആയിരിക്കത്തില്ല വാച്ച് നിർമ്മിക്കുന്ന സ്വിറ്റ്സർലാൻഡിൽ. അതുപോലെ UK യിലും US യിലൊക്കെ പല വിലയായിരിക്കും. ആ രാജ്യത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചുള്ള വിലയും ആൾക്കാർക്ക് ആ വാച്ചിനോടുള്ള ആഗ്രഹത്തിൻ്റെ വിലയും ആ വാച്ചിന് പിന്നെ എത്രത്തോളം പഴക്കമുണ്ട്, ആ വാച്ചിൻ്റെ പോപ്പുലാരിറ്റി, അതിനൊക്കെ നോക്കിയിട്ടായിരിക്കും വാച്ചിൻ്റെ മൂല്യം കണക്കാക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹം 48 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു പക്ഷേ ആ വാച്ചിനുണ്ടാവാം, അതറിയില്ല. അപ്പോൾ അത്രയും വിലയുള്ള വാച്ചും ലോകത്തുണ്ട്. അതിൽ കൂടിയ വിലയുള്ള വാച്ചുമുണ്ട്, അതിൽ കുറഞ്ഞ വിലയുള്ള വാച്ചുമുണ്ട്. അപ്പോൾ വാച്ചിനകത്തൊരിക്കലും മെഷീനകത്തൊരിക്കലും ഗോൾഡ് ഉണ്ടാവില്ല. മെഷീൻ എപ്പോഴും സ്റ്റീൽ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കാർബൺ ഫൈബർ പോലുള്ള എന്തെങ്കിലും പിന്നെ മെറ്റീരിയൽ കൊണ്ട്, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും മെഷീൻ ചെയ്തിരിക്കുക. മെഷീനകത്ത് ഉണ്ടാവുക മാക്സിമം ഒരു റൂബി ആയിരിക്കും. റൂബി അത് സിന്തറ്റിക് ആയിരിക്കും കൂടുതൽ വാച്ചിലുണ്ടാവുക. ഈ പറഞ്ഞ ചിലപ്പോൾ ഹൈടെക് വാച്ചുകളൊക്കെ ഒരു റൂബിക്ക് പകരം ഒരു ഡയമണ്ട് കൊണ്ടുള്ള റൂബി ഇപ്പം ചെയ്തെന്ന് വരാം. വാച്ചിൻ്റെ മൂല്യം കൂടുന്നതിന് കാരണമാകും. പിന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ലത് നമുക്ക് മനസ്സിലായി. പിന്നുള്ളത് കേസിലാണ്. കേസിൽ പറഞ്ഞ കണക്ക് പ്ലാറ്റിനം ഉണ്ടാവാം. അത് വാച്ച് നിർമ്മിക്കുന്നതാണ്, വാച്ച് കമ്പനി തന്നെ നിർമ്മിക്കുന്നത്. അത് ആരും കള്ളക്കടത്തിലൂടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടായിക്കൊണ്ട് വരുന്നതൊന്നുമല്ല. അപ്പം പ്ലാറ്റിനം കൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് ഗോൾഡ് കൊണ്ടുണ്ട്, 18 ക്യാരറ്റ് ഗോൾഡ്, പിന്നെ യെല്ലോ ഗോൾഡ് കൊണ്ടുണ്ടാവും. അതൊക്കെ വാച്ചിൻ്റെ പുറമെ അത് പിന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഓതറൈസ്ഡ് വാച്ചാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ലക്ഷറി വാച്ചാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പുറത്തത് 750 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ആ വാച്ച്. പിന്നെ യെല്ലോ ഗോൾഡാണോ, വൈറ്റ് ഗോൾഡാണോ, ഗോൾഡാണോ, പ്ലാറ്റിനം ആണോ എന്നൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരു പിന്നെ കസ്റ്റംസ് ഓഫീസറാണ് ഈ ഒരു പിന്നെ അസംബന്ധം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച നിർഭാഗ്യകരമായ ഒരു സംഭവം ഇനി ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ചെറിയ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ വാച്ച് വിശേഷങ്ങളുമായി കാണുന്നവരേക്കും ഒരു മിനിറ്റ്. ഇങ്ങനെയുള്ള വീഡിയോകളും ഇങ്ങനെയുള്ള വാച്ചുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വാച്ചുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ വാച്ച് വിശേഷങ്ങളുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.